വെൽക്കം ബാക്ക് ടു SSLC കെമിസ്ട്രി പബ്ലിക് എക്സാം വന്നിരിക്കുകയാണ് മക്കളെ. സോ നമ്മൾ അതിനു മുൻപായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വെയിറ്റേജ് അനാലിസിസ് ഒന്ന് നടത്തുകയാണ്. ഒരു കമ്പാരിസൺ ആണ് മോഡൽ എക്സാമിന്റെയും നമുക്ക് തന്ന വെയിറ്റേജ് നമ്മളൊരു കമ്പാരിസൺ. അതെ, വിദ്യാഭ്യാസ വകുപ്പ് ഓൾറെഡി ഒരു വെയിറ്റേജ് പബ്ലിഷ് ചെയ്തിരുന്നു. ആ വെയിറ്റേജിൽ തന്നെയാണോ മോഡൽ എക്സാം വന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഇപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂഷൻ, ഒരു ചാപ്റ്റർ വിട്ട് കളഞ്ഞാൽ കുഴപ്പമുണ്ടോ, അതിന്റെ A+നെ ബാധിക്കുമോ എന്നൊക്കെയാണ്. കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കാം അല്ലേ? തന്നെ തീരുമാനിക്കുക കുഞ്ഞുങ്ങളെ. അപ്പൊ നമുക്ക് തന്നിരുന്ന വെയിറ്റേജ് അനുസരിച്ച് ആദ്യ ചാപ്റ്റർ ഓർഗാനിക്കിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. നോമൻക്ലേച്ചറും ഐസോമർസും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് 6 മാർക്കിന് വരുന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത്. മോഡൽ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ. അതിൽ RT 4 മാർക്കിന്റെ ചോദ്യം വന്നത് ആദ്യ ചാപ്റ്ററിൽ നിന്നായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ വിട്ട് കളഞ്ഞാൽ പണി കിട്ടും ഉറപ്പല്ലേ? യെസ്. അപ്പൊ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയായിരുന്നു. ഓർ ക്വസ്റ്റ്യനും അതിൽ നിന്ന് തന്നെയാണെന്നാണ് 2 മാർക്കിനും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു, അതിനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അതേ ചാപ്റ്ററിൽ നിന്നായിരുന്നു. ശരിക്കും ആക്ച്വലി 4, 8, 10, 12 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് കിട്ടും, നമുക്ക് 6 മാർക്കേ കിട്ടുള്ളൂ. സെയിം ചാപ്റ്റർ എന്നാണ് ഓർ ക്വസ്റ്റ്യൻ. അതാണ് അതെ, ഓർ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യാം. രണ്ടാമത്തത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനിക്കിന്റെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ 5 മാർക്കായിരുന്നു അവർ വെയിറ്റേജ് പറഞ്ഞത്. മോഡൽ എക്സാമിന് ചോദിച്ചത് ഒരു പക്ഷേ മക്കൾ പഠിക്കുന്നതിൽ ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന, നമ്മൾ എടുക്കുന്ന സമയത്ത് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ഒന്നായിരുന്നു ഈ രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെ? പെട്ടെന്ന് തലയിൽ കേറാത്ത കുറെ ചാപ്റ്ററിലും അവർക്ക് കൺഫ്യൂഷൻ ആണ്. ഈ ഐസോമർസും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അപ്പൊ 5 മാർക്കിന് തന്നെയാണ് മോഡൽ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നത്. ചാപ്റ്റർ 3 പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ 6 മാർക്കായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ 6 മാർക്കിന്റെ ചോദ്യങ്ങൾ. കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ഒന്നായിരുന്നു പീരിയോഡിക് ടേബിൾ. ഓർമ്മിക്കുക, ഒരിക്കലും അത് വിട്ട് പഠിക്കരുത്. അവിടെ ഓർ ക്വസ്റ്റ്യൻ ഇല്ലല്ലേ? മക്കളെ, ഈ ഒരു ചാപ്റ്റർ ഒക്കെ വിട്ട് കളഞ്ഞാൽ 6 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് A+ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 35 മാർക്കെങ്കിലും സ്കോർ ചെയ്യണം നമുക്ക് A+ന് വേണ്ടിയിട്ട്. ശരിക്കും 40-ൽ 36 ആണ്. പക്ഷേ C മാർക്ക് കൂടി ഫുൾ ഉണ്ടെങ്കിൽ നിലവിലെ അവസ്ഥയിൽ നിങ്ങൾക്ക് അങ്ങനെ ചാപ്റ്റർ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോന്നും അനലൈസ് ചെയ്യുക. ചാപ്റ്റർ വിടാൻ പറ്റുമോ ഇല്ലയോ ഓരോന്ന് അനലൈസ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ പറയാം, 4th ചാപ്റ്റർ ഗ്യാസ് ലോസ് ആണ്. 6 മാർക്കായിരുന്നു അവർ പറഞ്ഞിരുന്നത്. മോഡൽ എക്സാം നമ്മൾ നോക്കുകയാണെങ്കിൽ 4th ചാപ്റ്ററിൽ നിന്ന് 6 മാർക്ക് തന്നെയാണ്. എന്താണോ പറഞ്ഞത് അത് തന്നെയാണ്. അവിടെയും ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 1+1 എന്നിട്ട് ഒരു ഓർ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 2 മാർക്സിന്. യെസ്. ചാപ്റ്റർ 5 നോക്കുകയാണെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. 5 മാർക്കായിരുന്നു പറഞ്ഞിരുന്നത്. 5 മാർക്ക് തന്നെ എക്സാമിന് വന്നു അല്ലെ? ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസം വന്നത് ഈ 2 ചാപ്റ്റേഴ്സ് തമ്മിലാണ്. ചാപ്റ്റർ 6ഉം 7ഉം ആയിരുന്നു. 7 മാർക്കും 5 മാർക്കായിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും ഒരു ചെറിയ വ്യത്യാസം, 1 മാർക്കിന്റെ ഒരു വ്യത്യാസം. പ്രയോറിറ്റി, ഒരു ചാപ്റ്ററിനും പ്രയോറിറ്റി കൊടുക്കാതെ തന്നെ അവരെന്ത് ചെയ്യുക, ഓൾമോസ്റ്റ് ഈക്വൽ ആക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അല്ലെ? മക്കളെ, 1-2 മാർക്കിന്റെ വ്യത്യാസമാണ് ഓരോ ചാപ്റ്ററും തമ്മിലുള്ളത്. അതായത് ഓരോ ചാപ്റ്ററും ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതിൽ അവർ തന്നിരിക്കുന്ന വെയിറ്റേജ് അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫസ്റ്റ് ചാപ്റ്റർ, ദെൻ 3rd ചാപ്റ്റർ, 4th ചാപ്റ്റർ, ദെൻ ശരിക്കും അവർ തന്ന വെയിറ്റേജ് അനുസരിച്ച് 7th ചാപ്റ്റർ. 6 മാർക്കിനും 7 മാർക്കിനും ഒരു ക്വസ്റ്റ്യൻ പോലും വിടാൻ പറ്റില്ല. നിങ്ങൾ ഈ ഡാറ്റ അനലൈസ് ചെയ്ത് പറയണം ഒരു ക്വസ്റ്റ്യൻ വിടാൻ പറ്റുമെന്ന്. ഒരു ക്വസ്റ്റ്യൻ പോലും വിട്ട് പഠിക്കാൻ പറ്റില്ല. സെയിം ചാപ്റ്ററിൽ നിന്നാണ് ഓർ ക്വസ്റ്റ്യൻ എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് കെമിസ്ട്രിക്ക് വേണ്ടി ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്ലാൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ്, ഒരു ടോപ്പിക് പോലും ഇടാത്ത ചോദ്യങ്ങൾ നമ്മൾ സ്ലൈഡ്സ് ആക്കി നിങ്ങൾക്ക് വേണ്ടി ലൈവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ലൈവിൽ എത്തുക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാ ചാപ്റ്ററും ലൈവിൽ ഫുൾ ആയിട്ട് ഇരിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാ നമ്മൾ ഫുൾ മാർക്ക് വാങ്ങി തരും അല്ലേ? അപ്പൊ കാണാം. ബൈ.